ഹേ ഗായ്സ്, സോ ഇന്ന് നമ്മൾ ഈദ് വ്ളോഗാണ് കേട്ടോ. കുറേ ദിവസമായി ഇത് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട്, പക്ഷേ ഇങ്ങനെ ലാഗായി പോവുകയാണ്. ആൻഡ് നമ്മൾ മോർണിംഗ് ഒരു 6:30 ആയപ്പോഴാണ് കേട്ടോ നീച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് 7 മണിക്കായിരുന്നു നിസ്കാരം, പെരുന്നാൾ നിസ്കാരം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് നിസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പെരുന്നാൾ നിസ്കാരം. അപ്പോൾ നമ്മൾ ഒന്ന് വേണ്ട വിചാരിച്ച്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് രാവിലെ തന്നെ ചായ കുടിച്ച് പുട്ടും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടോ. പിന്നെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളെ പെരുന്നാൾ ഡ്രസ്സ് ഇട്ടു. അതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ആൻഡ് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഐലാഷസ് മേടിച്ചു. ആൻഡ് പിന്നെ ഒരു ഫേക്ക് നെയിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആയി ഫേക്ക് നെയിൽസൊക്കെ വെക്കണം വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയതൊന്ന് മേടിച്ച്. ആൻഡ് 2 സ്ക്രഞ്ചസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് റിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തത് ഒന്ന് ഇതാണ് കേട്ടോ. പിന്നെ ഇത് ഇമ്മച്ചിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇയറിങ്സ് ആണ്. പിന്നെ ഡോട്ട് ആൻഡ് കെയിൻ്റെ ഒരു ഫേസ് വാഷും ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാർസിൻ്റെ വൈറലായിട്ടുള്ള ഗുബ്സൂറത്ത് കുച്ചിപ്പൊടി എന്ന് പറഞ്ഞുള്ള ഷെയ്ഡില്ലേ, അപ്പോൾ അത് ട്രൈ ആക്കി വെക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും മേടിച്ച്. പിന്നെ ഫേസസ് കാനഡൻ്റെ കംഫി മാറ്റ് വാവ് ലിപ്സ്റ്റിക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ട്രൈ ആക്കി നോക്കണം വിചാരിച്ച് മേടിച്ചാണ് കേട്ടോ. പിന്നെ ഞാനിതാ ഇങ്ങനെ ഒരു ഇയറിങ് കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാല ഈ ഒരു ഐലൈനറാണ് കേട്ടോ. ഇത് ഇൻസൈറ്റിൻ്റെ ഐലൈനറാണ്. അങ്ങനെ അതും മേടിച്ച്. പിന്നെ വേറെ ഇങ്ങനത്തെ ഒരു മാല മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇമ്മച്ചിക്ക് വേറൊരു റിങ്, ഈ ഒരു റിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു റിങ് എനിക്ക് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം തലേന്ന് പോയ വീഡിയോ എടുത്തുക്കണം, പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട വിചാരിച്ചു, കാരണം കുറച്ച് ഷോർട്സ് ഉള്ളൂ. ഓക്കെ. ആൻഡ് നമ്മൾ റെഡി ആയിട്ടൊന്നുമില്ല, മേക്കപ്പ് ഒന്നും ചെയ്യാതെ തന്നെ പുറത്തിറങ്ങിയിട്ടോ. അപ്പോഴാണ് മുന്നേ എനിക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. പെരുന്നാളിൻ്റെ ടൈമിൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ മുന്നേ എനിക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് അവിടെയാണ് പെരുന്നാൾ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കസിൻസ് എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റി മേക്കപ്പൊക്കെ ഡ്രസ്സൊക്കെ ഓൾറെഡി ഇട്ടതാണ്, സോറി. ആൻഡ് മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഫേക്ക് നെയിൽസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുറച്ച് മൊണാൾട്ടൊക്കെ കാണാം ഗൈസ്. അങ്ങനെ വേഗം റെഡിയായി ഫുള്ള് സെറ്റായി. ഇപ്പം നിങ്ങൾക്ക് കാണാൻ എൻ്റെ ഫിറ്റ് ചെക്കാണ്. ഇപ്പം ഞങ്ങൾ രണ്ടാൾ ഫിറ്റ് ചെക്കാണ് കേട്ടോ. അപ്പം ഇവളെ അറിയും വിചാരിക്കുന്നു. അവളുടെ പേര് ബാസില എന്നാണ്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം വിചാരിച്ചിട്ട് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണാം. ഓക്കെ. ആൻഡ് നമ്മൾ റെഡിയായി. ഹൗസ് മൈ ഔട്ട്ഫിറ്റ് കൊള്ളൂല. ആൻഡ് ഒരു 10:30 ആയപ്പോൾ നമ്മൾ സേമിയ പായസമൊക്കെ കുടിച്ചു. പിന്നെ 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ ഇന്നിൻ്റെ എന്താണ് ബർത്ത്ഡേ ആണ്. പക്ഷെ ബർത്ത്ഡേ എന്താ പറയുക, പെരുന്നാളായി പോയി. ബിരിയാണി ഉണ്ടാക്കി. ആര് ഇതെങ്ങനെയുണ്ട്? ഫർസ ഇതെങ്ങനെയുണ്ട്? അടിപൊളിയാ? അതോ അടിപൊളിയാ എന്നൊക്കെ പറഞ്ഞു പോകൂ. ഫേക്ക് ഇൻട്രോവേർട്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഇഷ്ടമായി കമൻറ്റ് ചെയ്യാം. ഓക്കെ. അങ്ങനെ പിന്നെ എല്ലാവരും റെഡിയായി. ഞാനും ഇമ്മച്ചി മുന്നേയും എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ചിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നതാണ്. ആൻഡ് ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഞാനും ഇമ്മച്ചിയും മുന്നേയും മാത്രമുള്ള ഫ്രെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോണത് ഫസ്റ്റത്തെ കസിൻ സിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഓളെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് പോകുകയാണ്, ഓരോ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തി കുറേ നേരം സംസാരിച്ചിരുന്ന് കുട്ടികളോടൊക്കെ വർത്താനം പറഞ്ഞു. ഇതാണ് കേട്ടോ താത്താൻ്റെ ഫസ്റ്റത്തെ മോനെ. ആൻഡ് പിന്നെ താത്താക്ക് വേറൊരു ചെറിയ കുട്ടി കൂടെ ഉണ്ട്. ഇതാണ് കേട്ടോ താത്താൻ്റെ 2ാമത്തെ കുട്ടി. അങ്ങനെ അവിടെ ചെന്ന് ഓര് കളിക്കണതൊക്കെ കണ്ടിരുന്ന് പിന്നെ ഒരു നമുക്ക് നാരങ്ങ വെള്ളം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ടോ. ഇതാണ് ബാസിലൻ്റെ 2ാമത്തെ താത്ത, അതിൻ്റെ കുട്ടിയാണ് കേട്ടോ ഇത്. ആൻഡ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ കുറേ നേരം കളിപ്പിച്ചിരുന്നിട്ട് അങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 2ാമത്തെ കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവൾക്കെൻ്റെ ഫാൻസ് ആണല്ലോ. എവിടെ വേറെ ഒന്നും അതപ്പോ എടി ഇങ്ങോട്ട് പാടി
കാണിച്ചു കൊടുക്കട്ടെ. ഹായ് പറ. നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ഗായ്സ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് പായസമൊക്കെ കുടിച്ച് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എവിടേക്കും പോകുന്നില്ല, കാരണം അപ്പം തന്നെ ഏകദേശം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയിട്ട് നല്ലോണം അങ്ങോട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ പിന്നെ എണീച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എണീച്ച പാടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നമ്മളെ ഉച്ചക്കത്തെ ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ ഉറങ്ങി നീച്ചുകൊണ്ടാണ് കേട്ടോ എൻ്റെ മുഖം അങ്ങനെ ഭയങ്കര ചീർത്തൊക്കെ നിൽക്കണത്. ആൻഡ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇല്ല, കുറച്ച് ആൾക്കാരൊക്കെ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഉണ്ടമത്തം കളിക്കാണ്. ഓക്കെ, നമുക്ക് കാണാം. കുഴപ്പമില്ല, സാധനം കേട്ടോ പാടാന്. അപ്പൊ സാധനം അപ്പൊ പാട്ട് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഇനിയൊന്നും കിട്ടൂല കേട്ടോ, വീഡിയോ സ്റ്റാർട്ട് ചെയ്താൽ ഇനിയൊന്നും കിട്ടൂല. ഇപ്പൊ അക്ഷരം ഇതായിരുന്നു ആയാണ് കേട്ടോ അക്ഷരം. ഇവിടെ ഒരാൾ ഊവായിട്ട് ഇരിക്കാണ്, ഉണ്ടമത്തങ്ങത്തെ ഊവായിക്കണം. ആ പാടി ല്ലേ. ആ അതുണ്ട് അതുണ്ട് അതുണ്ട്. ഞാനല്ലേ? അപ്പൊ ഇനി ഞാനാണ്. ഓക്കെ, ആളല്ലേ കിട്ടിയില്ല. മാത്രല്ല ഓളെ കാണിച്ചെടുക്ക്. നിന്റെ പ്രിൻസിപ്പൾ ഞാൻ പാടിയിരുന്നു. പിന്നെ ഭയങ്കര ആലോചനയിലാണ്. എല്ലാരും ഉറങ്ങിക്കണം, നമ്മൾ മാത്രം ഇവിടെ. അവൾക്കൊന്നും ഇട്ടേ ആ ടിക്ടിക് വന്ന് ഇതൊക്കെ ഏതൊരു കൂട്ടല കൂട്ടല കേട്ടോ. അയ്യോ, അത് കവിത അല്ല അമ്മതോ പഠിക്കോ പഠിക്കോ. അടുത്ത ഈ എനിക്ക് കിട്ടിയാറുണ്ടല്ലോ നേരത്തെ. ആ നൈസ്. ആരാന്റെ കാര്യം നോക്കാൻ പോക. ആരാന്റെ മുതല് അടിക്കരുത്. ഫിനാൻസ് പറഞ്ഞൂടെ. എന്തോ ഇവിടെ ഒരാളെ ചാലക്കൊടി പറഞ്ഞ പഴയ പാട്ടൊക്കെ കാണുന്നത് സാനോ ഞാനില്ലേ. ഐ ലവ് യു പറയാൻ പറ്റൂലേ? അത് ഇംഗ്ലീഷിലല്ല ഐ ലവ് യു, മലയാളത്തിൽ നമ്മൾ പാടുമ്പോ ഐ ലവ് യു ഫസ്റ്റ് ആയല്ലേ. ആന്നായിക്കോട്ടെ, അയിലമത്തിച്ച് പോയ കളി വകരി അല്ല അല്ല പാടാന് അല്ല ഇവൾക്ക് പാടാന് അനക്കായിരുന്നോ? അല്ല എനിക്ക് തന്നെ ആയിരുന്നു. ഇല്ല ഐ ലവ് യു പറഞ്ഞ ഐ പറ്റൂല പറഞ്ഞ നിങ്ങള്. ഫേക്കാട്ടോ ഫേക്കാട്ടോ. ആ ഓക്കെ, അത് പറ്റൂല. ഞാൻ അതില മറ്റേ പാടി, നീയു പാട്. അത് ഹസത്തെ, അത് ഹസത്തെ അല്ലേ? കഴിച്ചുമാണ് ഓള് ഒരു ചിരിക്കുമ്പോത്തിന് ഓർത്ത് വെച്ച പാട്ട് മറന്നു പോണേ.
സാധനം കരയണ്ട. ആര് പറഞ്ഞ എന്തുവാടേ ക്രിഞ്ച്. ആരാ നിങ്ങളുടെ കാത്ത്? ഓക്കെ ഇനി ഞാന് അല്ലിയാമ്പൽ കടനീരന്നരയ്ക്കു വെള്ളം പറ്റൂലേ? കിട്ടിയിട്ടില്ലട്ടോ ഇവിടെ. ഇപ്പൊ ഏകദേശം പാട്ടൊക്കെ കഴിയില്ലേ? ഇല്ല ഇനിയുണ്ട്. മറന്നു നോക്കിയാണ് ഇത്തെ കാട്ട്. എല്ലാവർക്കും ഈദ് മുബാറക്. 12 മണി കഴിച്ചില്ല. ഈദ് മുബാറക്. ഓക്കെ, ഇവിടെ എല്ലാവരും ഭയങ്കര ചിന്തയിലും. അനക്കിട്ടോ? ഓക്കെ, അപ്പൊ ഈ ആലോചിക്കുന്ന ടൈമിൽ എനിക്ക് എന്ത് മോട്ടിവേഷൻ അവർക്ക് കൊടുക്കാനുള്ളത്? പാട്ട് മറക്കുന്നേ ഇല്ല, പറഞ്ഞോ മോട്ടിവേഷൻ. നമ്മൾ കുറച്ച് മോട്ടിവേഷൻ തരാൻ പോണേ. നന്നായിട്ട് പഠിക്കാൻ വളരെ ആരൊക്കെ പഠിച്ചു പഠിച്ചാൽ വളരും, പഠിച്ചില്ലെങ്കിൽ വളയും. അതെ വളയും. ഞാനും ഒരു മോട്ടിവേഷൻ. എനിക്ക് അപ്പൊ നമുക്ക് ഒന്നേ പറയാനുള്ളൂ. എന്താണ്? മനസ്സിലായില്ലേ? പാട്ട് പാട്. നമ്മുടെ പാടെ എഴുതി കാണിക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മളെ ഈദ് വ്ളോഗ് ഇത്രേ ഉള്ളൂ. സോ വി ആർ ഗോയിങ് ടു സ്ലീപ്പ്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് ദീസ് വ്ളോഗ്. ഓക്കെ, അപ്പം ഓക്കെ ബൈ.